ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ 19-ാം അധ്യായത്തിൽ സോദോമിനും ഗോമോറായ്ക്കും വന്നതായ നാശം പാപമുഖാന്തരം ആ ദേശത്തിനുണ്ടായ നാശത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ ലോത്തിനും കുടുംബത്തിനും അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ദൈവദൂതന്മാർ കൊടുത്തുവെങ്കിലും ലോത്തിന്റെ ഭാര്യ ആ പാപത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ട മുഖാന്തരം ഉപ്പുതൂണായി മാറിയ സംഭവം നമ്മൾ വായിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരായി ഒരു സ്ഥലത്ത് ഒരു ഭവനത്ത് താമസിച്ചവരാണെങ്കിലും ഒരാൾ അവിടെ രക്ഷപ്പെടുകയും മറ്റൊരാൾ അവിടെ നശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 32 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ലോത്തിന്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, ആ നാളുകളിൽ, അതായത് കർത്താവിൻ്റെ ആഗമനത്തിൽ 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. 2 പേർ ഒരു തിരികലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. എവിടെയായിരുന്നാലും ഏത് തലങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചാലും അവിടെ ഒരുക്കത്തോടെ ജീവിക്കുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ നമുക്ക് യോഗ്യത ലഭിക്കുക. കിടക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എവിടെയായിരുന്നാലും ഒരുക്കത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പാപമാണ് പല അനുഗ്രഹങ്ങൾക്ക് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന കാര്യം നമ്മൾ ഓർക്കുക. ഇനി 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അബ്രഹാം അവിടെ നിന്ന് നെഗവ് പ്രദേശത്തേക്ക് പോകുകയാണ്. യഹോവയായ ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു യാത്രയല്ലിത്. അവിടെ അവൻ ചെന്ന് ഗരാർ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്തെ പരദേശിയെ പോലെ ചെന്ന് പാർക്കുന്നു. അവിടെയുള്ള ആളുകൾ കഠിന ഹൃദയരായിരുന്നു എന്ന് അബ്രഹാമിന് അറിയാവുന്നത് കൊണ്ട് അബ്രഹാം അവിടെ സാറയോട് പറയുന്നുണ്ട്, നീ എൻ്റെ സഹോദരിയാണെന്ന് മറ്റുള്ളവരോട് പറയണം. ഈ സമയത്ത് നമുക്ക് 17-ാം അധ്യായം നമ്മൾ വായിച്ചു, സാറായിക്ക് ഏകദേശം 90 വയസ്സുണ്ടായിരുന്നു. ആ സമയത്തും സാറ സുന്ദരിയായിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് ആണ് അബ്രഹാം സാറയോട് പറഞ്ഞത്, നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം, അല്ലെങ്കിൽ അവർ എന്നെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. അന്ന് ആ ഫറവോ രാജാവിൻ്റെ അടുക്കൽ നിന്ന് ദൈവം അത്ഭുതകരമായി അബ്രഹാമിനെ അവിടെ വിടുവിച്ചു. എന്നാൽ അതേ രീതി തന്നെ അബ്രഹാം ഇവിടെയും തുടരുകയാണ്. വിശ്വാസിയാണെങ്കിലും ദൈവത്താൽ നയിക്കപ്പെടുന്നവനാണെങ്കിലും മാനുഷിക ബലഹീനതയും സാഹചര്യ സമ്മർദ്ദങ്ങളിലും പലപ്പോഴും അങ്ങനെ അകപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ നിന്നും ദൈവം അബ്രഹാമിനെ സാറയെ സംരക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അബീമേലേക്ക് രാജാവ് ആ കൊട്ടാരത്തിലേക്ക് സാറ ആനയിക്കപ്പെടുകയാണ്. എന്നാൽ സാറയെ സ്പർശിക്കുവാൻ പോലും ദൈവം അബീമേലേക്ക് രാജാവിനെ ഇവിടെ അനുവദിക്കുന്നില്ല. അന്ന് രാത്രിയിൽ അബീമേലേക്ക് രാജാവിന് സ്വപ്നത്തിൽ യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ട് നീ അവളെ സ്പർശിക്കരുത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ദൈവം
അദ്ദേഹത്തോട് പറയുന്ന, ആ വിജാതീയ രാജാവിനോട് പറയുന്നത്, നീ നിർമ്മല ഹൃദയത്തോടെയാണ് നീ സാറയെ സ്വീകരിച്ചത്. നമുക്കറിയാം, അന്ന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന രീതിയൊക്കെ നിലവിലുണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിജാതീയ രാജാവ് കൂടിയാണ് ഈ അബീമേലെക്ക്. അബ്രഹാമിൻ്റെ ഭാര്യ എന്ന രീതിയിൽ അല്ല അദ്ദേഹം സാറയെ സ്വീകരിച്ചത്, സഹോദരി എന്ന രീതിയിലാണ് സാറയെ സ്വീകരിക്കാൻ അദ്ദേഹം ഇവിടെ തയ്യാറായതുകൊണ്ട്, അതുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, നീ നിർമ്മല ഹൃദയത്തോടെയാണ് ഈ കാര്യം നീ ചെയ്തത്. എന്നാൽ നീ എനിക്ക് എതിരായി പാപം ചെയ്തതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞതെന്ന് പറയുന്നു. അതായത് അബ്രഹാമിനെതിരായി ചെയ്യുന്നതായ തെറ്റ് യഹോവയെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരായി ചെയ്യുന്ന തെറ്റായി ദൈവം ഇവിടെ കണക്കാക്കുന്നു. കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ് യഹോവയായ ദൈവം. ഇവിടെ അബീമേലെക്കിനോട് പറയുന്നത് അവനൊരു പ്രവാചകനാണ്. അബ്രഹാമിനെ ദൈവം ആദ്യം വിളിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്നാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മോശയ്ക്കെതിരായി ജനം പിറുപിറുത്തപ്പോൾ അത് യഹോവയ്ക്കെതിരായ പിറുപിറുപ്പായിട്ടാണ് യഹോവ അത് കണ്ടതും ജനത്തെ ശിക്ഷിക്കുന്നതും. കാരണം മോശ അവിടെ യഹോവയുടെ പ്രതിനിധിയായിട്ടാണ് അവിടെ നിൽക്കുക. ആയതുപോലെ അബ്രഹാം ഇവിടെ യഹോവയുടെ ഒരു പ്രതിനിധിയായി, ഭൂമിയിലെ ഒരു പ്രതിനിധിയായി ദൈവം കാണുന്നുവെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞതെന്ന് പറയാനുള്ള കാരണം. ഇനിയും 20-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, യഹോവയായ ദൈവം അബീമേലെക്കിന്റെ കയ്യിൽ നിന്ന് സാറയെ സംരക്ഷിച്ചു. അപ്പോൾ അബ്രഹാം അവർക്ക് വേണ്ടി, അബീമേലെക്കിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കാരണം അബ്രഹാമിൻ്റെ ആ സാറായെ അബീമേലെക്ക് സ്വന്തമാക്കിയതിൻ്റെ പേരിൽ അബീമേലെക്കിനെയും അവൻ്റെ കുടുംബത്തിനെയും ഒക്കെ ദൈവം വന്ധ്യത വരുത്തിയിരുന്നു. അവർക്ക് വേണ്ടി അബ്രഹാം പ്രാർത്ഥിക്കുന്നതായി നമ്മളിവിടെ കാണുന്നു. തൻ്റെ ഭാര്യ സാറ വന്ധ്യയായിരിക്കുമ്പോൾ തന്നെ അബ്രഹാം അബീമേലെക്കിന്റെ ഭവനത്തിലെ വന്ധ്യകളായ അനേകം സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമ്മളിവിടെ കാണുന്നു. 18-ാം അധ്യായത്തിൽ ദൈവദൂതന്മാർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ വന്ന്, അടുത്ത വർഷം നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന വാഗ്ദത്തം നൽകി. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിനു മുൻപാണ് ഈ ഒരു പ്രശ്നം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പം തൻ്റെ ഭാര്യ പ്രസവിക്കുന്നതിന് മുൻപ്, തനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഒരു പ്രവാചകന്റെ, ദൈവത്താൽ വിളിക്കപ്പെട്ടവന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് വലിയ ഹൃദയവിശാലത നമുക്ക് ആവശ്യമാണ്. അബ്രഹാം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അബീമേലെക്കിന്റെ ഭവനത്തിലെ സ്ത്രീകൾ മാത്രമല്ല, വന്ധ്യയായ സാറയും ഗർഭം ധരിച്ച് ഇസ്ഹാക്കിന് ജന്മം നൽകുകയാണ്. അതാണ് ഒരു നീതിമാന്റെ ജീവിത രീതി. അതാണ് യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് അവന് തിരികെ കൊടുത്തുവെന്നാണ്. സദൃശവാക്യം 11-ന്റെ 25 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു,
ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം ലഭിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് ലഭിക്കും. അപ്പം നാം എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് അതനുസരിച്ചാണ് ദൈവം നമ്മളോട് പ്രതികരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ആ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം അത്ഭുതകരമായ അബ്രാഹാമിനെ വീണ്ടും ഇവിടെ സംരക്ഷിക്കുകയാണ്. നമ്മുടെ പാപം പലപ്പോഴും നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പഴമൊഴിയുണ്ട്, ചേമ്പിലപ്പുറത്ത് വീണ വെള്ളം പോലെയെന്ന്. മറ്റിലകളിൽ നിന്ന് ചേമ്പിലയുടെ പ്രത്യേകത എന്താണ്? ഇത് മഴ പെയ്താൽ അതിൻ്റെ കുളിർമ നേരിട്ട് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ ചേമ്പിലയ്ക്കുണ്ട്. കാരണം അതിൻ്റെ പുറത്ത് ഒരുതരം മെഴുക്കുള്ളതുകൊണ്ട് വെള്ളം വന്നാൽ അതവിടെ തങ്ങി നിൽക്കാതെ അത് ഉരുണ്ട് പോകും. അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കുമാണ് ആ വെള്ളത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത്. ആയതുപോലെ പാപം നമ്മുടെ മുകളിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് നേരെ വരുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങുവാൻ സാധിക്കാതെ അത് നമ്മിൽ നിന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് ആ അനുഗ്രഹം ലഭിക്കാൻ കാരണമായിട്ട് തീരും, നമുക്ക് ലഭിക്കാതെയും പോകും. പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹം നമുക്ക് ലഭിക്കാതെ നഷ്ടപ്പെടാൻ കാരണം ഈ ചേമ്പിലയുടെ പുറത്തുള്ള ഒരു മെഴുക്ക് പോലെ നമ്മിലും പാപം നിലനിൽക്കുന്നുവെന്നാണ്. അബ്രാഹാം ഇവിടെ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് ജീവനെ പേടിച്ചാണ് ഇത് ചെയ്യുന്നത്, അല്ല പാപം ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം ഇത് ചെയ്യുന്നതല്ലല്ലോ. അതിൽ നിന്ന് യഹോവയായ ദൈവം അബ്രാഹാമിനെ വിടുവിക്കുന്ന നമ്മൾ കാണുന്നു. 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച പോലെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, പക്ഷെ എല്ലാറ്റിൽ നിന്നും യഹോവയായ ദൈവം അവനെ വിടുവിക്കുന്നു. അത് അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളും ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്യാനുള്ള അവസരവും പൈശാചിക പ്രലോഭനവും ശക്തവുമായി നമ്മൾക്ക് മുന്നിലുണ്ടെങ്കിലും ദൈവികമായ ശക്തിയാൽ അതിനെ അതിജീവിപ്പാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും വേദപുസ്തക വായനയും ഒക്കെ അതിന് നമ്മെ സഹായിക്കണം. എങ്കിൽ മാത്രമേ ഈ വായിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അതിന് ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോൾ അതിലുള്ളതായ ദൂതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.